പശ്ചിമ ബംഗാളിൽ ഞങ്ങൾ ബാബറി മസ്ജിദ് നിർമ്മിക്കും എന്ന് പശ്ചിമ ബംഗാളിലെ ഒരു നേതാവ് പറഞ്ഞത് പ്രേക്ഷകർക്ക് ഓർമ്മ കാണും. വലിയ കോളിളക്കമാണ് അവിടെ സൃഷ്ടിച്ചത്. യോഗി ആദിത്യനാഥ് അടക്കമുള്ളവർ ഇതിൽ പ്രസ്താവനയുമായി രംഗത്തെത്തുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും പശ്ചിമ ബംഗാളിൽ ബാബറി നിർമ്മാണം പ്രഖ്യാപിച്ച ഹുമയൂൺ കബീർ എന്ന് പറയുന്ന നേതാവിന് ഒരു വമ്പൻ തിരിച്ചടി ലഭിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. പശ്ചിമ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി രാഷ്ട്രീയ ചൂട് രൂക്ഷമായിരിക്കുകയാണ്. അടുത്തിടെ അസദുദ്ദീൻ ഒവൈസിയുടെ പാർട്ടിയായ AIIM ഹുമയൂൺ കബീറിന്റെ പാർട്ടിയായ ആം ജനതാ ഉന്നയൻ പാർട്ടിയുമായുള്ള സഖ്യം വേർപെടുത്തുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പോരാത്തതിന് ബംഗാളിൽ ഇനി ഒറ്റയ്ക്ക് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നും ഭാവിയിൽ ഒരു പാർട്ടിയുമായും സഖ്യമുണ്ടാക്കില്ലെന്നും AIMIM വ്യക്തമാക്കി. ഹുമയൂൺ കബീർ നേരത്തെ നടത്തിയ വിവാദ പ്രസ്താവനകൾക്കും സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു വീഡിയോയ്ക്കും ശേഷമാണ് ഈ വലിയ നടപടി സ്വീകരിച്ചത്. മുസ്ലിങ്ങളുടെ അഭിമാനത്തെ വ്രണപ്പെടുത്തുന്ന ഒരു പ്രസ്താവനയും പിന്തുണയ്ക്കാൻ കഴിയില്ലെന്ന് AIMIM പറയുന്നു. എന്തായാലും മമതാ ബാനർജിയെ പരാജയപ്പെടുത്താൻ ഗൂഢാലോചന നടക്കുന്നതായി തൃണമൂൽ കോൺഗ്രസ് ആരോപിക്കുന്നുണ്ട്. ഇത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. വിവാദത്തിന്റെ മൂല കാരണം ഹുമയൂൺ കബീറിന്റെ ഒരു വീഡിയോയാണ്. അതിൽ മുതിർന്ന BJP നേതാക്കളുമായി ബന്ധപ്പെടുന്നതിനെക്കുറിച്ചും മുഖ്യമന്ത്രി മമതാ ബാനർജിയെ പരാജയപ്പെടുത്താൻ ഏതറ്റം വരെയും പോകുന്നതിനെക്കുറിച്ചും അദ്ദേഹം സംസാരിക്കുന്നു. ഈ വീഡിയോ പുറത്തു വന്നതോടെ തൃണമൂൽ കോൺഗ്രസ് ആക്രമണാത്മക നിലപാട് സ്വീകരിച്ചു. ന്യൂനപക്ഷ വോട്ടുകൾ ഭിന്നിപ്പിച്ച് BJPക്ക് നേട്ടമുണ്ടാക്കാൻ കബീർ ഗൂഢാലോചന നടത്തുകയാണെന്ന് TMC നേതാക്കളും മന്ത്രിമാരുമായിട്ടുള്ള ഫിർദാഖ് ഹക്കീമും അരൂപ് ബിശ്വാസും ആരോപിച്ചു. വിഷയത്തിൽ ED അന്വേഷണം വേണമെന്ന് ബംഗാളിൽ അധികാരം മാറ്റാനുള്ള ഗൂഢാലോചനയാണെന്നും TMC നിലവിൽ ആരോപിക്കുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.